കേരളത്തിലെ രാഷ്ട്രീയക്കാർ കസാല വിട്ടു കൊടുത്താൽ അവർ ഇതുവരെയായിട്ടും പിടിച്ചടക്കം ചെയ്ത ഓരോരോ സാധനങ്ങളുണ്ട്. അത് പിന്നെ പുറത്ത് വരും. പുറത്ത് വന്നു കഴിഞ്ഞ് ഇവരൊക്കെ നേരെ അഴി എണ്ണാൻ പോകും. ഇപ്പോൾ നിയമം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു നിയമം വരുത്തിയിരിക്കുന്നു. അതെന്താണെന്നുള്ളത് മുഴുവനും ഞാൻ കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവരൊക്കെ ഈ കള്ളന്മാരല്ലേ ഇരിക്കുന്നത്, മുഴുവനും കള്ളന്മാരാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പിന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വന്ന് കണ്ടുപിടിച്ച് ഇറക്കിയിരിക്കുന്നത് നേരെ പോണത് ഈ കള്ളന്മാരെ അടുത്തേക്കാണ്. അപ്പോൾ ഈ കള്ളന്മാർക്ക് ഇതിന് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരെ പിടിച്ചും കൊണ്ട് പോയാൽ ഈ നാടിന് നാണക്കേടല്ലേ. നാടിന് നാണക്കേടായത് കൊണ്ടാണ് അവരാരും ഈ തിരിയണ കാസാലയിൽ നിന്ന് ഇറങ്ങാത്തതിൻ്റെ കാരണം. ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം എല്ലാവരെയും പൂട്ടുന്നില്ലത് മറ്റുള്ള ജനങ്ങൾക്കറിയാം. ആ ജനങ്ങളത് മനസ്സിലാക്കി വെച്ചിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ, ജനങ്ങളെ ഞാൻ പറയുള്ളൂ. ആർക്ക് വോട്ട് കൊടുക്കണം, ആരെ ജയിപ്പിച്ച് വെക്കണം, ആര് മുന്നോട്ട് വരണം, ഏത് ഭരണം മുന്നോട്ട് വരണം എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു കുഴിയിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കുന്ന അപ്പൂപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കാട്ടും നല്ലത് പിന്നെ നല്ല ആരോഗ്യത്തോടെ പിന്നെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ആണുങ്ങളിനെ ആണെങ്കിലും പെണ്ണുങ്ങളിനായാലും ആരോഗ്യത്തോടെ പിന്നെ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയൊരു പിന്നെ ആരായാലും മന്ത്രിനായാലും പിന്നെ MLA-മാരായാലും മെമ്പർമാരായാലും പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കണം. അതല്ലാത്ത പക്ഷം അവരെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ അടുപ്പം കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല. കാരണം അവർക്ക് പുറത്തിറങ്ങാനുള്ള ആരോഗ്യമില്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനെങ്കിലും വായ തുറക്കാൻ പറ്റുന്നത് 4 ആൾ താങ്ങി പിടിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ പിണറായിനൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ല. അയാൾക്കൊന്നും നടക്കാൻ വയ്യ, അയാളിനൊക്കെ താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അഥവാ വന്ന അയാൾക്ക് പിന്നെ വായ തുറന്നത് സംസാരിക്കാനും അയാൾക്ക് അറിയില്ല, അത് സംസാരിക്കില്ല. എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മിണ്ടരുത്, നിങ്ങൾ വായ തുറക്കരുത് എന്നുള്ളത് പറയാനേ അയാൾ വായ തുറക്കുകയുള്ളൂ. അപ്പം ഞാൻ പറയണത് എന്താന്ന് പറഞ്ഞാൽ, ഇനി നമ്മളെ പിന്നെ ജനങ്ങൾക്ക് ഇനിയും ബോധ്യം വന്നിട്ടില്ലെങ്കിൽ, ഇനി ജനങ്ങളെ വീട്ടിൽ ആൺകുട്ടികളില്ലവരും പെൺകുട്ടികളില്ലവരും ഇനിയും ദുരിതങ്ങൾ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഇനിയും ഇതേ ദുരിതങ്ങളൊക്കെ ഇനിയും ആൺകുട്ടികളില്ല വീട്ടുകാരും പെൺകുട്ടികളില്ല വീട്ടുകാരും ദുരിതങ്ങൾ ഇനിയും അനുഭവിച്ചും കൊണ്ടേയിരിക്കും. അതാണ് ഇനി ഇതേ മന്ത്രിമാരും ഇതേ ആൾക്കാരും ഇനി ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ആൺതരി ഉണ്ടാവില്ല, പെൺതരി ഉണ്ടാവില്ല. ഇപ്പം തന്നെ നമ്മളെ പിന്നെ ഓരോരോ വീടുകളിലും ഓരോരോ അമ്മമാർ എത്ര കണ്ണീരും കയ്യും ആയിട്ടാണ് ജീവിച്ചു പോണത്. എത്ര ചെറുപ്പക്കാരെ കുട്ടികളിനെയാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് നടു റോട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിലിട്ടിട്ട് വെട്ടിക്കൊന്ന് കഷ്ണാക്കിയിട്ടിട്ട് പോയത്. ഇന്നും അവർ മാന്യമായിട്ട് നടക്കണില്ലേ? അവരെ പേരിൽ എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്ത് അവർ അഴിക്കുള്ളിലുണ്ടോ? അഴിക്കുള്ളിൽ ഇനിയിപ്പോൾ അവർ പോയി അവർ നല്ലോണം പിന്നെ അവർക്ക് നല്ലോണം ബിരിയാണി, നെയ്ച്ചോറും, മുട്ടക്കറിയും, ചിക്കൻ കറിയും, മീൻ കറിയും, പച്ചക്കറിയും, സാമ്പാറും, ഇഡ്ഡലിയും, ചോറും ഒക്കെ കൊടുത്ത് അവർ തടി നന്നാക്കും. ഈ വയസ്സായ അച്ഛനമ്മമാരെന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിക്കുക. എല്ലാ ജനങ്ങളും ആലോചിക്കണം. ഒരാളായിട്ട് ഒരാളെന്നല്ല, എല്ലാ ജനങ്ങളും ആലോചിക്കണം. ഇനി ഒരു ഭരണം വരുന്നത് നല്ല ഭരണങ്ങളായിരിക്കണം.
ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെ തുണയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ മുൻഗണനയിൽ ഇറങ്ങിയിട്ട് ചിന്തിക്കുന്ന കുടുംബത്തിലെ അമ്മമാരും അച്ഛന്മാരും മക്കളും ചിന്തിക്കുക. ഇനിയും ഞങ്ങൾ മറ്റുള്ള കുടുംബത്തിൽ കണ്ണീരും കയ്യുമായ മാതിരി ഇനിയൊരു കുടുംബത്തിലൊരു കണ്ണീരും കയ്യും ആവരുത് എന്നുള്ളത് ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് വോട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ആലോചിച്ചിട്ട് വോട്ട് ചെയ്യുക. ആര് വരണം ആര് വരണ്ട, വന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ പാഠങ്ങൾ കിട്ടിയിരിക്കണു, എന്തൊക്കെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നല്ലപോലെ ചിന്തിക്കുക. നല്ലപോലെ ചിന്തിച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്യുക. അത് വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. വോട്ട് ചെയ്യണവർ നല്ല കോൺഗ്രസിൻ്റെ ഭരണം, കോൺഗ്രസ് ഉമ്മൻചാണ്ടി സാറൊക്കെ ഭരിച്ചിരിക്കുമ്പോൾ ഏത് വീട്ടിൽ കയറിയിട്ട് ആരിനാണ് രാത്രിയായാലും പകലായാലും കുട്ടികളിനായാലും അല്ലാത്തവരിനായാലും പുറത്തിറക്കി വെട്ടിക്കൊന്ന് കുളത്തിലായാലും പൊട്ടിയിലായാലും റോട്ടിലായാലും ഏതെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ മുന്നിലായാലും വെട്ടിക്കൊന്ന ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? 5 വർഷം അല്ല സാറ് ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം 2 വർഷമൊന്നുമല്ല മുഖ്യമന്ത്രിയായി ഇരുന്ന് ഭരിച്ചിട്ടുള്ളത്. എനിക്കറിയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്ര വർഷങ്ങൾ മുഖ്യമന്ത്രിയായി ഭരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആ ഭരണം നടത്തി ഈ കണ്ട കാലം വരെ ഭരണം നടത്തി വന്നെങ്കിലും അദ്ദേഹത്തിന് കുടുക്കിയതാരാ? ഇതേ ഈ CPM-കാരാണ് അദ്ദേഹത്തിനെ കുടുക്കിയത്. അദ്ദേഹത്തിനെ കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ആലുവയിലും എറണാകുളത്തും ഒക്കെ ഞാനുണ്ട്. സരിതേൻ്റെ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ആലുവ ഫ്ലാറ്റിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. സരിതേനൊക്കെ ഞാൻ നേരെ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതൊക്കെയാണ് ഞാൻ പറയുന്നത്. സരിത ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തു. എന്നിട്ട് അയാളിപ്പോൾ മരിക്കാൻ നേരത്തെ അയാൾ നേരെ ഒരു കേസും കൊണ്ടാൻ വേണ്ടി ഒന്നുമില്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയത്. അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളത് നല്ലപോലെ ചിന്തിക്കുക. കേരളത്തിൽ കോൺഗ്രസ് ഭരണം വന്നെങ്കിൽ നമ്മളെ കേരളം ഇനി മെച്ചപ്പെടുള്ളൂ. അല്ലാത്ത പക്ഷം ഈ കേരളം മെച്ചപ്പെടുന്ന നിങ്ങൾ ആരും ഉദ്ദേശിക്കണ്ട, മെച്ചപ്പെടില്ല. കേരളം നശിക്കുക എന്നല്ലാതെ കേരളം നശിക്കില്ല, കേരളത്തിലെ ജനങ്ങൾ നശിക്കുന്നല്ലാതെ വേറെ ഒരു പുരോഗമനങ്ങളും നമ്മളെ കേരളത്തിലുണ്ടാവില്ല. ഇത് ഞാൻ അത്രയും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എല്ലാ ജനങ്ങൾക്കും ഇത് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തിരിച്ച് ചിന്തിച്ചേ പറ്റുള്ളൂ. നമ്മളെ കേരളം നന്നാവണമെങ്കിൽ നന്നായി വരണമെങ്കിലും നമ്മളെ കേരളത്തിൽ പണി കിട്ടണമെങ്കിലും പണി ഉണ്ടാവണമെങ്കിലും നമുക്ക് കോൺഗ്രസ് ഭരണം മുന്നിൽ വന്നേ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ ഭരണം വന്നെങ്കിൽ നമ്മളൊക്കെ ഇനി രക്ഷപ്പെടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ രക്ഷപ്പെടുന്ന നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ആ ഒരു പ്രതീക്ഷ നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് എടുത്ത് ചാടിയാൽ നാശങ്ങൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ, ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല.